ചരിത്രപ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം കുറ്റമറ്റതാക്കി നടപ്പാക്കാൻ തീരുമാനം. ചേർത്തല MLA കൂടിയായ മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഫെബ്രുവരി 10 മുതൽ 23 വരെയാണ് ഉത്സവം. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് ഉത്സവം നടത്താൻ തീരുമാനിച്ചു. പ്ലാസ്റ്റിക് കവറുകൾ നിക്ഷേപിക്കാൻ ക്ഷേത്ര പരിസരത്ത് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും. ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യും. ഉത്സവ ദിവസങ്ങളിൽ പോലീസിന്റെ പ്രത്യേക പട്രോളിംഗും ഉണ്ടാകും. തിരക്കുള്ള ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കും. കുംഭഭരണി ഉത്സവ ദിനം ഉൾപ്പെടെയുള്ള തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം പ്രത്യേക പാർക്കിംഗ് സംവിധാനം ഒരുക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഭക്ഷ്യ സ്റ്റാളുകളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. ഉത്സവ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്റ്റാൾ പ്രവർത്തിക്കും. കടകളിൽ ദിവസേന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധന നടത്തണമെന്നും അതിനായി സ്പെഷ്യൽ സ്ക്വാഡുകളുടെ സേവനം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വാരനാട് പാലം മുതൽ ക്ഷേത്രത്തിലോട്ട് 2 വീലർ മുതലുള്ള വാഹനങ്ങൾ 23-ാം തീയതി 5 മണിക്ക് ശേഷം ഒരു കാരണവശാലും കടത്തിവിടാൻ പാടില്ല എന്നുള്ളവരും നമുക്ക് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യത്തിനകത്ത് ഒരു പരിശോധന നടത്തി നമുക്ക് വാഹനങ്ങളുടെ മറ്റ് ക്രമീകരണമൊക്കെ നോക്കണം, ഇവിടെയൊക്കെ സ്ഥാപിക്കാൻ പറ്റുന്നുള്ളത്. KSRTC പ്രതിനിധിയില്ല. KSRTCയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനകത്ത് ബസ് പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഉള്ള വിവരം ഇവിടെ പറഞ്ഞത്. നമുക്ക് പ്രത്യേകമായി വേറെ നോക്കുന്നതായിരിക്കും. ഫയർഫോഴ്സ് 22, 23 തീയതികളിൽ അവരുടെ സൗജന്യമായ സേവനം ഉണ്ടാവണം. 22ന്റെ കാര്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പ്രത്യേകം തരും. ഒരു ആംബുലൻസ് കൃത്യമായ എന്ന വണ്ണം 24 hours ഈ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിലുണ്ടാവുകയും മറ്റ് ചില ആംബുലൻസുകൾക്കും കൂടി ഏർപ്പാടാക്കി നിർത്തുകയുമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു ആംബുലൻസ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ പിന്നീട് ആ വണ്ടി വന്നതിന് ശേഷമല്ല അടുത്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ടി ഇവിടെ നിന്ന് മൂവ് ആയാൽ നമുക്കൊരു വിതിൻ 30 minutes മാക്സിമം, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തയ്യാറാക്കി എടുക്കണം. അത് ചേർത്തല ആശുപത്രിയിലെ ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ടാവണം. ആ ആംബുലൻസൊക്കെ വരുന്നതിനും പോകുന്നതിനുമുള്ള വഴികൾ സുഗമമായി നേരത്തെ തന്നെ ക്രമീകരിക്കുകയും ആ കാര്യങ്ങൾ അതിനാവശ്യമായ നിയന്ത്രണങ്ങൾ ആ റോഡിൽ ഏർപ്പെടുത്തുകയും വേണം. ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലും മറ്റും വ്യാജമദ്യം, മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപനവും വിൽപ്പനയും തടയാൻ എക്സൈസ് വകുപ്പിന്റെ നടപടികൾ ഉണ്ടാകും. ഇവരുടെ സ്ഥിരം പട്രോളിങ്ങും പ്രത്യേക പരിശോധനകളും ഉണ്ടാകും. കുടിവെള്ള വിതരണത്തിന് തടസ്സം നേരിട്ടാൽ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ KN സുരേന്ദ്രനാഥ വർമ്മ അധ്യക്ഷനായി. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് AK പ്രസന്നൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയശ്രീ സുനിൽ, തഹസിൽദാർ S ഷീബ, ചേർത്തല സബ് ഇൻസ്പെക്ടർ മഹേഷ്, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ N പ്രസന്നൻ, തണ്ണീർമുക്കം ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാൻസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബീന ചെറിയാൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ചിത്ര, ദേവസ്വം സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ, വൈസ് പ്രസിഡന്റുമാരായ KN ഉദയവർമ്മ, N വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.